നമുക്ക് ഇതുവരെ ഒരാഴ്ച നമ്മൾ ബേസിക്കാ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ഇനി മാറാം ഇതിനകത്തുള്ള അടുത്ത ശ്ലോകത്തിലോട്ട്. പക്ഷെ അതിന് മുമ്പ് ഒന്ന് ആർക്കും ലത കുഞ്ഞമ്മയ്ക്കോ ഗീത ചേച്ചിക്കോ വല്ലതും പറയാൻ പറ്റുമോ? നമ്മൾ ഇതുവരെ പഠിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ ഈ ആ ഒരു ഘടന പറയാൻ പറ്റുമോ? ജീവാത്മാവാരാണ്, പരമാത്മാവാരാണ് എന്ന് പറയാൻ പറ്റുമോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഉണ്ടുണ്ട്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നമ്മൾ അറിയാവുന്നത് എഴുതി വെച്ചത് നോക്കി പറയണ്ട. മനസ്സിലിരിക്കുന്ന എന്തുവാന്ന് പറയാം. നമുക്ക് ഒന്നുകൂടെ പറയാം. മനസ്സിൽ തെറ്റു പറ്റുമെന്ന് വിചാരിച്ച് ഇതാവേണ്ട കാര്യമില്ല. മനസ്സിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ജീവാത്മാവിന്റെ ഘടന എന്തുവാ, ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ചേർന്നതാ നമ്മുടെ ജീവാത്മാവ്. സ്ഥൂല സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം മാത്രമേ ഉള്ളൂ. പിന്നെ കാരണ ശരീരം. ആ, ഇത് മൂന്നോട് ചേർന്നാലോ നമ്മുടെ ജീവാത്മാവാകൂ? ജീവാത്മാവ് ജീവാത്മാവാകൂ? മൂന്ന്. അല്ല, പരമാത്മാവിടെ നമ്മുടെ നല്ല ചിന്തകളൂടെ വേണം. അല്ല, വിവേക ചിന്തകളും. പരമാത്മാവിന്റെ ചിന്തകളല്ല. പരമാത്മാവിന്റെ പ്രകാശം ഇതിൽ പ്രതിഫലിക്കുമ്പോഴാണ് ജീവാത്മാവ് പ്രകടമാകുന്നത്. അല്ലെങ്കിൽ അത് അതെ, ജഡമാണ്. ഈ അതെ. സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ പുറമേ കാണുന്ന ശരീരം സ്ഥൂല ശരീരം. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാലോ? സൂക്ഷ്മ ശരീരം നമ്മുടെ ആത്മാവെന്ന് പറയുന്ന സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരം എന്ന് അതില് പറഞ്ഞാൽ വാസന ചേർന്നതാ സൂക്ഷ്മ ശരീരം. വാസന ഇല്ലാതെ പിന്നെ സൂക്ഷ്മ ശരീരം ഓർക്കുന്നില്ലയോ ഞാൻ പറഞ്ഞത്? അന്ധകരണം, അന്ധകരണം. അതെ, അതെ. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. അതെ, അതെ. അന്ധകരണം. കാരണ ശരീരമാണ് വാസന. വാസന. അതെ, ഇല്ലയോ? അതെ, അതെ, അതെ. അപ്പം സ്ഥൂല ശരീരം ഭൗതികമായിട്ട് നമുക്ക് വെളിയിൽ കാണുന്ന എന്റെ ശരീരത്തിനെയാണ് സ്ഥൂല ശരീരം എന്ന് പറയുന്നത്. ഈ സ്ഥൂല ശരീരം ഉണ്ടായത് എവിടുന്ന? പഞ്ചഭൂതങ്ങളിൽ നിന്നും. പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. അപ്പൊ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരം. ഹലോ, കേൾക്കുന്നോ? ശരി, ഓക്കെ 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 ഓക്കെ. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ എന്തുവെന്ന് പറഞ്ഞേ? പറ. സൂക്ഷ്മ ശരീരം നമ്മുടെ പിന്നെ ജീവാത്മാവും പിന്നെ വാസനയോട് ചേർന്നുള്ളതിനെയാ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതെ. എന്തുവാ? നമ്മുടെ ചിത്തം, ബുദ്ധി, അഹങ്കാരം, അത് 4 എണ്ണം ചേർന്നതാ. അതിനെന്തോ പറയും ശാസ്ത്രങ്ങളിൽ? അതിനെന്തോ പറയും നാലോട് ചേർന്നതിനെ? സൂക്ഷ്മ ശരീരം. അതിന് വേറെ പേരെന്തുവാ? അന്ധകരണം. അന്ധകരണം എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇത് 4 ചേരുന്നതാണ് സൂക്ഷ്മ ശരീരം. ഇത് അന്ധകരണം എന്നും പറയും. അന്ധകരണമാണ്. ഈ ജീവാത്മാവിന്റെ 2 ഉപകരണങ്ങൾ ഏതൊക്കെയാ? അന്ധകരണവും മനസ്സും. അന്ധകരണം അല്ലേ? അന്ധകരണം എന്ന് പറഞ്ഞാൽ എന്താ? അന്ധകരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സൂക്ഷ്മ ശരീരം. അതെ, അത് എന്തൊക്കെ ചേർന്നതാണ് ഈ സൂക്ഷ്മ ശരീരം? സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞത് ചിത്തം, ബുദ്ധി, അഹങ്കാരം. അതിനകത്ത് മനസ്സില്ലേ? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇത് 4 ചേർന്നതാണ് അന്ധകരണം. അതിനെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. കാണാൻ പറ്റാത്ത ചിന്തകളും നമുക്കൊക്കെ അറിയാനൊക്കെ ചിന്തകൾ നമ്മുടെ. അല്ലെ, അത് പറഞ്ഞല്ലോ, മനസ്സ്, ചിന്തകളാണ് ഈ 4. പലതരത്തിലുള്ള ചിന്തകള്, വിചാര ചിന്തകള്, ഓർമ്മ ചിന്തകള്, ഞാനെന്ന ഭാവചിന്തകൾ. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇതിനെ അന്ധകരണം എന്ന് പറയുന്നു. സ്ഥൂല ശരീരവും പറഞ്ഞു, സൂക്ഷ്മ ശരീരവും പറഞ്ഞു. ഈ കാരണ ശരീരം എന്ന് പറഞ്ഞാലോ? ജന്മത്തിന് കാരണമാണ്.
ജന്മത്തിന് കാരണമാവുന്ന എന്തുവാ? ജന്മത്തിന് കാരണമായ ശരീരം നമ്മുടെ നേരത്തെയുള്ള ചെയ്ത പ്രവർത്തിയുടെ കാര്യങ്ങള് അതിന് എന്തോ പറയുന്നേ? സഞ്ചിത കർമ്മം. സഞ്ചിത കർമ്മം. ആ സഞ്ചിത കർമ്മം നമുക്ക്, അപ്പൊ അതിന് സഞ്ചിത കർമ്മത്തിന് വേറൊന്ന് പറയുമല്ലോ, നമ്മുടെ കർമ്മഫലം, വാസന. കർമ്മഫലം, അതെ. വാസനയാണ് ജന്മഫല, കർമ്മഫലമാണ് ഈ കാരണ ശരീരം, ഇല്ലേ? അതെ. അപ്പം കാരണ ശരീരം, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, ഇത് മൂന്നുമാണ് ഈ ജീവാത്മാവിന്റെ ഘടന. ഇത് മൂന്നും കൂടെ ആയ ജീവാത്മാവ് ആകുമോ? പരമാത്മ ചൈതന്യം കൂടെ. പരമാത്മ ചൈതന്യം ഇതിൽ കണക്ട് ആയാല്, അതിന്റെ പ്രകാശം ഇതിനകത്ത് വീണാല് ഇത് ജീവാത്മാവായിട്ട് അതിനൊരു എക്സാമ്പിൾ പറയും. ഇപ്പൊ നമ്മൾ ഓരോ വസ്തുക്കളെ കാണുന്നത് എങ്ങനെയാ? നമ്മൾ ഓരോ വസ്തുക്കളെ കാണുന്നത് എങ്ങനെയാ? അതിന്റെ ഗുണം നമ്മുടെ ഇപ്പൊ ഫോൺ കാണുന്നു, മേശ കാണുന്നു, കസേര കാണുന്നു, ലാപ്ടോപ്പ് കാണുന്നു. നമ്മൾ ഓരോന്നിനും ഈ കാണുന്ന എങ്ങനെയാ? ഇതിന്റെ ഒരു മെക്കാനിസം നമ്മുടെ ചൈതന്യം, പരമാ ചൈതന്യം ഉള്ളത് കൊണ്ട് പ്രതിഫലിക്കുന്നോണ്ട് നമുക്കത് കാണാം. അതല്ല, നമ്മൾ സാധാരണ ഒരു വസ്തുവിനെ പകൽ കാണുന്നത് എങ്ങനെയാ? അതിന്റെ മെക്കാനിസം ഇരുട്ടിൽ കാണാൻ പറ്റുമോ? ഇല്ല, പ്രകാശത്തോട്. പ്രകാശം, ഏത് പ്രകാശം? സൂര്യപ്രകാശം. സൂര്യപ്രകാശത്തിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ കാണുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രകാശം വേണം. സൂര്യപ്രകാശോ, രാത്രിയിലാണെങ്കിൽ ലൈറ്റിന്റെ പ്രകാശമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വസ്തുക്കളെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇരുട്ടത്തിരിക്കുക, ആ റൂമിലോട്ട്, നിങ്ങൾ ഒരു റൂമിലോട്ട്, ഇരുട്ട് റൂമിലോട്ട് കയറ്റി ആ റൂമിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. എന്താ? വേറെ പ്രകാശമില്ല. അപ്പൊ നമ്മൾ പ്രകാശത്തിന്റെ വെളിച്ചത്തിലാണ് ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ കാണുന്നത്, ഇല്ലേ? അപ്പം ഞാൻ ഈ വസ്തുക്കളെ തിരിച്ചറിയുന്നതിന്റെ പ്രകാശം സൂര്യപ്രകാശം. എനിക്ക് ചിന്തകളില്ലേ, ഓരോ കാര്യം ഞാൻ മനസ്സിൽ ഇങ്ങനെ കണ്ണടച്ചാലും എനിക്ക് പലതും എനിക്ക് ചിന്തിക്കാം, ഓരോന്ന് കാണാം. അത് സൂര്യപ്രകാശത്തിലാണോ? ഇല്ല, അത് നമ്മുടെ ചൈതന്യം. അത് നമ്മൾ കണ്ണടച്ചാലും നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാകുന്നതും ഓരോ കാര്യങ്ങളും നമുക്കത് മനസ്സിൽ കാണാൻ പറ്റും. ഒരു കണ്ണടച്ചാൽ മതി, പക്ഷെ നമുക്ക് കാണാൻ പറ്റും, മനസ്സിൽ കാണാം. അത് ഈ ആത്മചൈതന്യത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മളെല്ലാം അറിയുന്നതും കാണുന്നതും ഉള്ളില്. അപ്പം ഈ പരമാത്മ ചൈതന്യം ഈ കാരണ ശരീരത്തിൽ കൂടെ പ്രതിഫലിക്കുമ്പോഴാണ് ജീവാത്മാവാകുന്നത്. അല്ലെങ്കിൽ ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും ആയെന്ന് വെച്ചുകൊണ്ട് ജീവാത്മാവുന്നില്ല. അത് പരമാത്മ ചൈതന്യത്തിന്റെ കണക്ഷൻ ഉണ്ടാവണം, പ്രതിഫലനം ഉണ്ടാവണം. സൂര്യപ്രകാശം കസരയിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിൽ തട്ടിയിട്ട് ആ പ്രകാശം നമ്മളുടെ കണ്ണിൽ ചേരുമ്പോൾ നമ്മൾ കാണുന്നത് എന്ന് പറയുന്ന പോലെ ഈ പരമാത്മ ചൈതന്യത്തിന്റെ പ്രകാശം നമ്മുടെ വാസനയിൽ പ്രതിഫലിക്കുമ്പോഴാണ് ജീവാത്മാവായിട്ട് പ്രകടമാവുന്നത്. ഈ പ്രകടമാവുന്ന ഈ ജീവാത്മാവിന്റെ രണ്ട് ഉപകരണങ്ങൾ ഏതാ? എതിലെ കൂടെ പ്രകടമാവുന്നേ? അന്ധകരണവും മനസ്സും. അന്ധകരണത്തിലല്ലേ ഒന്നല്ലേ മനസ്സ്? ഈ ജീവാത്മാവിന്റെ രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആണ്, ഉപകരണങ്ങളാണ് സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും, ഇല്ലേ? അന്ധകരണം, ഉള്ളിലുള്ള കരണം. മറ്റേ വെളി കാണാം, അതിനെ സ്ഥൂല ശരീരം. ഉള്ളിലുള്ള ഒരു ഉപകരണമുണ്ട്, കാണാൻ പറ്റത്തില്ല, കാണിച്ചു തരാൻ പറ്റത്തില്ല, പക്ഷെ ഉണ്ട്. എൻ്റെ മനസ്സുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുക, അത് മനസ്സ് മാത്രമാകുന്നില്ല. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരത്തിനെ എല്ലാം ചേർത്ത് നമ്മൾ സാധാരണ പറയുന്നത് എൻ്റെ ചിന്തകളാണിതെല്ലാം. എൻ്റെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനെയാണ് നമ്മൾ ചിന്തകൾ എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷെ അതിന് ശാസ്ത്രത്തിൽ പറയുന്നത്, സംസ്കൃതത്തിൽ പറയുന്നത് അന്ധകരണം എന്ന 4 തരം ചിന്തകളുണ്ട്: മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇത് ഈ ജീവാത്മാവ് കൊണ്ടുവന്ന വാസന, കർമ്മഫലം, സഞ്ചിത കർമ്മം പ്രാരബ്ധമായി കഴിഞ്ഞു. ഈ പ്രാരബ്ധം ഞാൻ അനുഭവിക്കണ്ടേ?
അനുഭവിക്കുന്നത് എങ്ങനെയാ? ഈ മനസ്സും സ്ഥൂല ശരീരം ഉപയോഗിച്ചല്ലയോ ജീവാത്മാവ് ഓരോ കർമ്മങ്ങളും നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് വരുന്നത്. അതെ അപ്പൊ ഈ ജീവാത്മാവിന്റെ രണ്ട് ഉപകരണങ്ങളാണ് ഈ സ്ഥൂല ശരീരവും നമ്മുടെ ശരീരവും നമ്മുടെ അന്ധകരണവും അല്ലെങ്കിൽ നമ്മുടെ മനസ്സും. ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല. എൻ്റെ ഫോണ്, എൻ്റെ ബുക്ക്, എൻ്റെ പേന, എൻ്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ എൻ്റെ ഫോണാണ്. ആ ഫോൺ ഞാനല്ലല്ലോ. എൻ്റെ പേന എന്ന് പറയുന്നു, പേന ഞാനല്ലല്ലോ. എൻ്റെ കണ്ണാടി ഞാനാണോ? അല്ല. എന്ന് പറയുന്നത് എൻ്റെ ശരീരം ഞാനല്ല. എൻ്റെ മനസ്സ് പറയുന്നു, മനസ്സ് ഞാനല്ല. അപ്പൊ ഈ മനസ്സും ശരീരവും നമ്മൾ ആ ഒരു ധാരണയിലിരിക്കുകയാണ്. ആ ഒരു ആ അറിവ് അതാണ് അജ്ഞാനം. ശരിക്കും ഞാൻ പരമാത്മ ചൈതന്യത്തിന്റെ അംശമാണ്. പരമാത്മ ചൈതന്യത്തിന്റെ അംശം എൻ്റെ വാസനയെ കൂടെ പ്രതിഫലിപ്പിച്ച ജീവാത്മാവെന്നുള്ള ഒരു എൻറ്റൈറ്റി ആവുന്നത്. ഒരു വ്യക്തി എഴുന്നേറ്റ് വരുന്നതിന് കാരണം എന്തുവാ? പരമാത്മ ചൈതന്യം കാരണ ശരീരത്തിൽ പ്രതിഫലിക്കുമ്പോൾ കാരണ ശരീരത്തിലുള്ള പ്രാരബ്ധം മനസ്സിൽ കൂടെയും ശരീരത്തിൽ കൂടെയും പ്രകടമാവുമ്പോൾ അത് ജീവാത്മാവായി. ഈ കണക്ഷൻ വിട്ടാലോ, പ്രതിഫലം നിന്നാലോ എന്ത് സംഭവിക്കും? നമ്മൾ മരിക്കും, നമ്മൾ ശവമാവും. പിന്നെ നമ്മുടെ പേര് പറയത്തില്ല. നമ്മുടെ ഈ പേര് പറയുന്ന ശരീരത്തിനല്ല, ആ ജീവാത്മാവിന്റെ പേരാ നമ്മൾ ഇടുന്നത്. കാരണം നമ്മൾ മരിക്കുമ്പോൾ ആ പേര് പറയത്തില്ല. പിന്നെ ശരീരത്തിന് നോക്കി മരിച്ചു പോയി, ഇന്നയാൾ മരിച്ചു പോയി, കിടക്കുന്നത് ശവമാ. നമ്മൾ ശവം എന്ന് പറയത്തില്ല, ബോഡി ശവമാണ് കിടക്കുന്നത്. ആ പേര് പോയി. അപ്പൊ ജീവാത്മാവിന്റെ പേരാ, ശരീരത്തിന്റെ പേരല്ല ഇട്ടേക്കുന്നത്. ഞാനെന്ന വ്യക്തി എന്ന് പറയുന്നത് ജീവാത്മാവാ വ്യക്തിയായിട്ട് പ്രകടമാവുന്നത്. ഏതിലെ കൂടെ? മനസ്സിൽ കൂടെയും ശരീരത്തിൽ കൂടെയും. ശരീരത്തിൽ കൂടെ. ഇതാണ് നമ്മുടെ ഘടന. ഇത് മനസ്സിലായാലേ ഉള്ളൂ നമുക്ക് ഗീത നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കുറെ ശ്ലോകങ്ങൾ. അതുകൊണ്ട് ഞാൻ പിന്നെയും പറയും, നിങ്ങൾക്ക് തറവാവണം. ഇത് കാണാൻ പഠിക്കേണ്ട കാര്യമല്ല, മനസ്സിൽ ഉറച്ചാൽ മതി ഈ ഒരു കൺസെപ്റ്റ്. ഇപ്പൊ എൻ്റെ സഞ്ചിത കർമ്മം പ്രാരബ്ധമായി. പ്രാരബ്ധം വെച്ചാല് എൻ്റെ നല്ലതും ചീത്തയുമായുള്ള അനുഭവങ്ങൾ കർമ്മഫലത്തിൽ കൊണ്ടുവന്നിരിക്കുക. ഒരു മനുഷ്യന്മ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്മത്തിലും മൊത്തം ഒരാൾക്ക് സുഖാനുഭവങ്ങൾ ഉള്ള ഒരു മനുഷ്യനില്ല, അല്ലെങ്കിൽ മൊത്തം ദുഃഖാനുഭവങ്ങളുള്ള ഇതിൻ്റെ ഒരു മിശ്രിതമാണ് പ്രാരബ്ധം. നമ്മുടെ സുഖദുഃഖങ്ങളാണ്. എല്ലാ മനുഷ്യരായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്. ഈ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്ന എതിലിൽ കൂടാ? ജീവാത്മാവ് ഈ മനസ്സിൽ കൂടെയും ശരീരത്തിൽ കൂടെയാ. സൂക്ഷ്മ ശരീരത്തിൽ കൂടെയും സ്ഥൂല ശരീരത്തിൽ കൂടെ. ഇത് രണ്ട് ഉപകരണങ്ങളാണ്. അത് ഞാനല്ല, ശരീരവും ഞാനല്ല, മനസ്സും ഞാനല്ല. ഈ ഉറപ്പ് നമ്മൾ ഉണ്ടാവണം. ഇങ്ങനെയാണ് നമ്മളിലെ അജ്ഞാനം മാറണം. നമ്മൾ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ പരമാത്മാവിനെ കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. പരമാത്മാവിനെ കുറിച്ചുള്ള അറിവിനെ പറയുന്നതാണ് ജ്ഞാനം. നമ്മൾ അജ്ഞാനത്തിൽ, എല്ലാവരും അജ്ഞാനത്തിലാന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ പരമാത്മാവെന്നുള്ള സത്യത്തിനെ മനസ്സിലാക്കാതെ അതിനെ ആവരണം ചെയ്ത് കവർ ചെയ്ത് എന്നെ ശരീരമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. ആര്? ഈഗോ. ഞാനാണ്, എൻ്റെ ബുദ്ധിയാണ്, ഇതാണ് ഇതിന്റെ ഞാനാണ്. അപ്പൊ ഞാനെന്ന് പറയുന്ന ഒരു ഇല്യൂഷനാ, ഒരു തോന്നല. സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് നമ്മുടെ അനുഭവമാണ്. പക്ഷെ സത്യത്തിൽ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. ഈ സത്യത്തെ നമ്മൾ തിരിച്ചറിയണം. പക്ഷെ നമുക്ക് നമ്മുടെ തോന്നലാണ്, അനുഭവമാണ്. ഉദിക്കുന്നു, അസ്തമിക്കുന്നു. പക്ഷെ ഇതിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അതിനെ സൂര്യന് ഉദിക്കുകയും ചെയ്തുകൊണ്ട് അസ്തമിക്കുകയും വിചാരിക്കുന്നത് ശരിയാണോ? സത്യത്തിൽ സൂര്യൻ എങ്ങോട്ടും നീങ്ങുന്നില്ല. ഭൂമിയുടെ കറക്കം കാരണം നമുക്ക് ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും നമുക്ക് നമ്മുടെ തോന്നല എന്ന് പറഞ്ഞ പോലെ ഞാൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ജീവാത്മാവ് തോന്നുവാണ് ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ ബുദ്ധിയാണെന്ന് എനിക്കങ്ങ് തോന്നുവാ. ഈ തോന്നൽ തെറ്റാന്നുള്ളതിന്റെ പ്രൂഫ് എന്തുവാ? ആ മരണസമയത്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിനെ ആ പേര് വിളിക്കുന്നില്ല. നമ്മുടെ ഇത് പ്രകടമായ അനുഭവമില്ലേ? പിന്നെ ശവമായി കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാ? കണക്ഷൻ വിട്ടുപോയി. പരമാത്മ ചൈതന്യം പ്രകാശം നിർത്തി, ഇതിനോട്ട് പ്രകാശിക്കുന്ന നിർത്തി, ഇതുമായിട്ടുള്ള കണക്ഷൻ വിട്ടു. പരമാത്മ ചൈതന്യം എങ്ങോട്ടും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. എൻ്റെ ശരീരമായിട്ടുള്ള കണക്ഷൻ വിട്ടു അവിടെ. അപ്പൊ ആ പ്രകടനം ശരീരത്തിലുള്ള എൻ്റെ കാരണ ശരീരത്തിലോട്ട് പ്രതിഫലിച്ചത്, ആ പ്രതിഫലനം നിന്നു. അപ്പോൾ ശവമായി കഴിഞ്ഞ് ഞാൻ പ്രതിഫലിച്ചാലോ ഞാൻ ചൈതന്യവത്തായി കഴിഞ്ഞു, ഞാൻ ഉടനെ എഴുന്നേൽക്കും. ഇതാണ് നടക്കുന്നത്. അപ്പം
നമ്മുടെ ഈ ശരീരം വന്നത് പഞ്ചഭൂതത്തിൽ നിന്നും, ഇല്ലയോ? പഞ്ചഭൂതത്തിൽ നിന്നാണ് ശരീരം ഉത്ഭവിച്ചത്. പഞ്ചഭൂതത്തിൽ തന്നെ നിലനിൽക്കുന്നു, പഞ്ചഭൂതത്തിൽ തന്നെ പോയി ലയിക്കുന്നു. മരണശേഷം ശരീരം ഒന്നും ചെയ്തില്ലെങ്കിൽ എവിടെയെങ്കിലും കിടന്നാൽ അവിടെ കിടന്ന് അഴുകി ഈ പഞ്ചഭൂതം, ഈ ഖരവസ്തുക്കളെല്ലാം ഭൂമിയിലോട്ട് പോവും, ജലം ജലത്തിലോട്ട് പോവും, വായു വെളിയിലുള്ള വായുവിലോട്ട് പോവും, ഉള്ളിലുള്ള ചൂട് വെളിയിലോട്ട് പോവും, സ്പേസ് വെളിയിലുള്ള സ്പേസിലോട്ട് പോവും. ഈ പഞ്ചഭൂതത്തിൽ നിന്ന് ഉണ്ടായ ശരീരം, പഞ്ചഭൂതം, ഈ പഞ്ചഭൂതങ്ങളും വേണം ഇതിന് നിലനിൽക്കാൻ. ഒന്നുപോലും നാലെണ്ണത്തിൽ നിലനിൽക്കുന്ന പറഞ്ഞാൽ ഒക്കത്തില്ലേ? ഈ അഞ്ചും വേണം ഇതിന്റെ നിലനിൽപ്പിന്. ഇത് കഴിഞ്ഞാലോ ഇത് അതിലോട്ട് തന്നെ പോകും. അപ്പോൾ സൈക്കിളാണിത്. എവിടെ നിന്ന് ഉത്ഭവിച്ചോ അവിടെ തന്നെ ചെന്ന് ചേരണം. അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. മുക്തി എന്ന് പറഞ്ഞാൽ അതാ, നമ്മൾ എവിടെ നിന്ന് വന്നോ അവിടെ തന്നെ ചേരണം. മോഹക്ഷയം. മോഹക്ഷയിച്ച എന്റെ തെറ്റിദ്ധാരണയ്ക്ക് ക്ഷയം സംഭവിക്കുന്നു, നാശം. എന്തോ എന്റെ തെറ്റിദ്ധാരണ? ഞാൻ ശരീരമാണെന്നുള്ള തോന്നൽ. ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ് എന്നുള്ള തോന്നലാണ് എന്റെ തെറ്റിദ്ധാരണ. അതാണ് അജ്ഞാനം, അതാണ് അവിദ്യ. എന്തുകൊണ്ട് എങ്ങനെ തോന്നുന്നേ? എന്റെ കർമ്മഫലമുണ്ട്. കർമ്മഫലമാണ് എന്നെ ഇങ്ങോട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് അജ്ഞാനം എന്ന് പറഞ്ഞത്. നമ്മൾ പരമാത്മ ചൈതന്യന്റെ പ്രസൻസ് അറിയുന്നില്ല. എന്നിലൊരു പരമാത്മ ചൈതന്യം വർക്ക് ചെയ്യുന്നെന്ന് നമുക്ക് എങ്ങനെയാ പ്രൂഫ് ഉള്ളത്? എന്നിൽ ഞാൻ പരമാത്മ ചൈതന്യ അംശമാണ്. പരമാത്മ ചൈതന്യം എന്തുവാ? ബോധശക്തി. ശ്വസിക്കുന്നതും ശരീരത്തിൽ നിന്നുള്ള ചൂട് പോകുന്നതും മരിക്കുമ്പോഴുള്ള നമ്മൾ ശ്വസിക്കുന്ന ആരോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് ആകർഷിക്കുന്നുണ്ട് ഇതിനെ, ഈ വായുവിനെ, ഓക്സിജനെ. നമ്മളായിട്ട് ഒരു ബലം പ്രയോഗിച്ചു എപ്പോഴും ശ്വസിച്ചോണ്ടിരിക്കില്ല. ഒരു ഫോഴ്സ് അതിനെ ഇങ്ങോട്ട് ഉള്ളിലോട്ട് ആകർഷിക്കുന്നു. ആരാ ആകർഷിക്കുന്നേ? നമ്മളുള്ള പരമാത്മ ബോധശക്തി. ആ ബോധശക്തിയാണ് ഈശ്വരൻ. കൃഷ്ണൻ അതാ സർവഭൂതങ്ങളിലെ ഉള്ളിലിരിക്കുന്ന കർഷനീതി കൃഷ്ണൻ. കൃഷ്ണന്റെ അർത്ഥമേ ഇതാ, തന്നിലേക്ക് ആകർഷിക്കുന്നവൻ കൃഷ്ണൻ. ഉള്ളിൽ നിന്നുകൊണ്ട് ഓക്സിജനെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു. അതാരാ? കൃഷ്ണനാ. നമ്മുടെ ഉള്ളിലെല്ലാം കൃഷ്ണൻ നിറഞ്ഞിരിക്കുന്നു. അതെന്നുവെച്ചാൽ ഈ കൃഷ്ണൻ നമ്മളൊരു പേര് പറയുക, രൂപവും ഭാവവും ഒന്നും ഇല്ലാത്ത ഒരു സംഗതി എങ്ങനെ പറയും? നമ്മൾ കൃഷ്ണൻ ഒരു പേരിട്ടു. അതിനെ നമ്മൾക്ക് ഈ ഗ്രഹിക്കാൻ വേണ്ടി ഒരു വിഗ്രഹത്തിൽ കണ്ടു. ഈ വിഗ്രഹമല്ല കൃഷ്ണൻ. അപ്പം ഈ ഒരു ശക്തിയെ, നമ്മൾ ഇലക്ട്രിസിറ്റി ഒരു ശക്തിയാ, പവറാന്ന് നമുക്കറിയാം. പക്ഷെ അതിന് പോകാൻ ഒരു വയർ ആവശ്യമാണ്, ഒരു മീഡിയം ആവശ്യമാണ്. ആ കണ്ടക്ടിങ് മെറ്റീരിയലിൽ കൂടെ ആ വൈദ്യുതി പാസ്സാകത്തുള്ളൂ. അതിനെ കാണാൻ പറ്റുമോ? വൈദ്യുതി ഇലക്ട്രിസിറ്റിയെ കാണാൻ പറ്റത്തില്ല. പക്ഷെ അതിൻ്റെ എഫക്റ്റുകൾ നമുക്ക് കാണാം. ലൈറ്റ് അതിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ ഒരു എഫക്റ്റാണ് ലൈറ്റ്, കാറ്റ്, തണുപ്പ്. എന്തെല്ലാം ഫോമിൽ നമുക്ക് ഇലക്ട്രിസിറ്റിയെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇതേപോലെ പരമാത്മ ചൈതന്യത്തിന്റെ ഒരു എഫക്റ്റ് നമ്മളുണ്ട്. അതാണ് ഞാൻ ജീവാത്മാവായിട്ട് പ്രകടമായിരിക്കുന്നത്. എല്ലായിടത്തും അതിനൊരു മീഡിയം ആവശ്യമില്ല. അത് മൊത്തം നിറഞ്ഞു നിൽക്കുന്നു, ദേശകാല പരിമിതികളില്ലാതെ. ഇതിന് നമ്മൾ ഈ സത്യത്തിനെ മനസ്സിലാക്കണം. ഈ സത്യത്തിലെ നിരന്തരം ചിന്തിക്കണം. ഞാൻ ആരാണ്? ഞാൻ ശരീരമാണോ? ദേഹോഹം ബുദ്ധി. ദേഹം ബുദ്ധിയിൽ നിന്നും ശിവോഹം ബുദ്ധി. ഞാൻ ശിവനാണ്, മംഗളസ്വരൂപനാണ്. മംഗളം എന്ന് വെച്ചാൽ എന്തുവാ? ചൈതന്യവത്ത്. ഈ ചൈതന്യം വിട്ടാലോ ശവമാ. പിന്നെ ചൈതന്യം ഉണ്ടെങ്കിൽ ശിവം, ചൈതന്യം വിട്ടാൽ ശവം. ശിവം എന്ന് വെച്ചാലും മംഗളം. ശവം എന്ന് പറഞ്ഞാലോ ജഡവസ്തു. അപ്പം ഇത് നമ്മൾ നല്ല ചിന്തിച്ച് ഉറയ്ക്കണം. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ ബുദ്ധിയല്ല. അപ്പം ഇതിനെ എങ്ങനെ ഉറയ്ക്കും? നമ്മൾ ഇതിൽ സാധനകൾ ചെയ്യണം. എന്നുവെച്ചാൽ സാധനങ്ങൾ എന്ന് വെച്ചാൽ എന്തുവാ? നമുക്ക് വന്നു ചേർന്നിട്ടുള്ള സ്വധർമ്മമാണ് നമ്മുടെ സാധനങ്ങൾ. ഈ സ്വധർമ്മത്തിനെ സാധനാരൂപത്തിൽ ചെയ്യണം. സ്വധർമ്മത്തിനെ ഞാൻ സമർപ്പണ ബുദ്ധിയാ ചെയ്യണം. ഈ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്റെ വാസന. ഓരോരുത്തർക്കും വന്നു ചേർന്നിട്ടുള്ള കർത്തവ്യങ്ങൾ, ഓരോരുത്തരുടെ കർത്തവ്യവും ഡിഫറൻറ്റാ, ഒരേപോലല്ല. ഒരു പൊതു സ്വഭാവം ഉണ്ടെങ്കിലും ഓരോരുത്തർക്കും വന്നു ചേർന്നിരിക്കുന്ന കർത്തവ്യങ്ങൾ സെപ്പറേറ്റാ. അവരവർക്ക് വന്നു ചേർന്നിട്ടുള്ള സ്വധർമ്മങ്ങളെ, അതെന്നുവെച്ചാൽ എന്റെ ആഗ്രഹങ്ങളാ, എന്റെ കർമ്മഫലം എന്തുവാ? എനിക്ക് അത് വേണം, ഇത് വേണം. നമുക്ക് സുഖം വരും, ദുഃഖം വരും. ഇതിനെയെല്ലാം
ഈ എൻ്റെ കർമ്മഫലത്തിന്റെ പ്രാരബ്ധത്തിന്റെ ഭാഗമാണെന്നല്ലാതെ ഇത് ഈശ്വരൻ തരുന്നതാണെന്ന് വിചാരിക്കരുത്. എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്ന ഈശ്വര എന്നുള്ളത് നമ്മൾ അങ്ങനെ ഈശ്വരന്റെ തലയിലോട്ട് ഈ പ്രാരബ്ധത്തിന് വെക്കുക. അതിന്റെ എനിക്ക് പ്രാരബ്ധം തന്നേക്കുന്ന ഈശ്വരനാന്നുള്ള ചിന്തയാ. നമ്മുടെ കർമ്മഫലം, ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിച്ചേ പറ്റൂ. ഒരു ഈശ്വരനും അത് മാറ്റാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു തിരിച്ചറിവുണ്ടാവണം. നമ്മുടെ ദുരിതത്തിന്റെ കാരണം ഈ തിരിച്ചറിവില്ലായ്മയാണ്. എന്നുവെച്ചാൽ അജ്ഞാനത്തിലാണ് നമ്മൾ, അറിവില്ല. അറിവെന്ന് വെച്ചാൽ എനിക്ക് കോമൺ സെൻസ് ഇല്ലെന്നല്ല, എനിക്ക് ബുദ്ധിയില്ല. ആ ബുദ്ധിയല്ല ഈ ഇവിടെ പറയുന്ന ബുദ്ധി. ഈ ബുദ്ധി നമുക്ക് ഈ നമ്മുടെ ശാസ്ത്രങ്ങളിൽ കൂടെ ഒരു ഗുരുവിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ഭൗതികമായിട്ട് എന്ത് പഠിച്ചാലും ഇത് അറിയത്തില്ല. ഇതിനൊരു സാഹചര്യം വന്നു ചേരും. ഇപ്പൊ നമ്മൾ കുറെ പേര് നമുക്കിപ്പോ ഗീത പഠിക്കാൻ കുറച്ച് താല്പര്യം കാണിക്കുന്നത് എന്താ, എത്രയോ പേർക്കില്ല. അപ്പൊ ഈ താല്പര്യം വരുമ്പോഴേ നമ്മൾ ഉള്ളിലോട്ട് തിരിയുക. നമ്മൾ വെളിയിലോട്ട് ഇരുന്ന മനസ്സ് ഉള്ളിലോട്ട് തിരിയുക. ഉള്ളിലോട്ട് എന്താണ് ഇവിടെ നടക്കുന്നത് അതിനെ നമുക്ക് മനസ്സിലാക്കുക. അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കണം. നമ്മുടെ സ്വധർമ്മത്തിനെ എൻ്റെ അഹംബുദ്ധിയിൽ ചെയ്യരുത്. എൻ്റെ അഹങ്കാര ബുദ്ധിയിൽ ഞാനാണ്, എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ ഹാർഡ് വർക്കാണ്, ഞാൻ കഠിന പ്രയത്നം ചെയ്തിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. എവിടെ? ഈ പരമാത്മ ചൈതന്യത്തിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഈ എൻ്റെ പ്രയത്നത്തിലും എൻ്റെ ബുദ്ധിയിലും ഈ ബുദ്ധി പ്രവർത്തിക്കുന്നത് എങ്ങനെയാ? ഈ പരമാത്മ ചൈതന്യത്തിലാ. ഇപ്പൊ എൻ്റെ ബുദ്ധി കൊണ്ടാണ്, എൻ്റെ പ്രയത്നം കൊണ്ടാണ് ഇത് ഞാൻ നേടിയെന്ന് പറയുന്നത് ശരിയാണോ? അപ്പൊ നമ്മള് ഈ അഹംബുദ്ധിയിൽ നിന്നും, ദാറ്റ് ഈസ് ഞാനെന്ന ഭാവത്തിൽ നിന്നും എല്ലാം ഈ ഞാൻ എന്നിലുള്ള ഈശ്വരനിലാണ് നടക്കുന്നത്. എന്നിൽ വെളിയിലല്ല ഈശ്വരൻ. ആ ഈശ്വരൻ എന്നിലുണ്ട്. എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. എന്നിൽ ആ ഒരു ബോധശക്തി, ബോധ ഊർജം, ഈ സൗരോർജം പോലെ തന്നെ ഈ ബോധ ഊർജവും ഉണ്ട്. കോസ്മിക് എനർജിയും കോൺഷ്യസ് എനർജിയും, യൂണിവേഴ്സൽ കോൺഷ്യസ് എനർജി, പരമാത്മ ചൈതന്യം. ആ ചൈതന്യ ഒരു അംശം എന്നിലുണ്ടെങ്കിൽ അതിന് ജീവാത്മാവ് വന്നിരുന്നു. ആ എന്നിലുള്ള കോൺഷ്യസ് എനർജി, ബോധ ചൈതന്യം, ആ ബോധചിന്തയിലാണ് ഞാൻ ചിന്തിക്കാൻ പറ്റുന്നത്. ആ ചൈതന്യം ഇല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ബോധ ചിന്തകളാ. നമ്മൾ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ നമുക്ക് ചിന്തകളില്ല. ഇപ്പോ ഈ ബോധ ചൈതന്യത്തിലാണ് ബോധ ചിന്തകൾ. ശരീരം വന്നത് പഞ്ചഭൂതത്തിൽ നിന്നാണെങ്കിൽ എൻ്റെ മനസ്സ് വന്നത് പരമാത്മ ചൈതന്യത്തിലാണ്. മനസ്സിന്റെ ഉത്ഭവം പരമാത്മ ചൈതന്യത്തിലാ. ആ പരമാത്മയിൽ പ്രകടമായി ഞാൻ ഓരോ കർമ്മങ്ങൾ ചെയ്ത് കർമ്മഫലം ഉണ്ടാക്കി ഇങ്ങനെ ജന്മങ്ങളിൽ കൂടെ വന്ന് അത് കർമ്മഫലം കൂട്ടി ആ ശരീരം ഇടുമ്പോൾ ഞാൻ ആ സഞ്ചിത കർമ്മമായിട്ട് ആ സഞ്ചിത കർമ്മത്തിന്റെ റിസൾട്ട് കൊണ്ട് എവിടെ ജനിക്കണം, ഏത് അച്ഛനും അമ്മയ്ക്കും ജനിക്കണം, ഏത് സാഹചര്യത്തിൽ, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ആ സഞ്ചിത കർമ്മമാണ്. ഒരു ഈശ്വരനും അല്ല, ഒരു പരമാത്മാവും അല്ല. അപ്പം എൻ്റെ കർമ്മഫലത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ജനിച്ചിരിക്കുന്നത്. എനിക്ക് ആ പ്രാരബ്ധം തീർക്കേണ്ട. എൻ്റെ കർമ്മഫലത്തിനെ അതെൻ്റെ അഴുക്കുകളാണ്, ഇമ്പ്യൂരിറ്റീസ് ആണ്. സോ ഈ ഇമ്പ്യൂരിറ്റീസിനെ മാറ്റിയാലേ എനിക്ക് ഈ മനസ്സ് വന്നത് പരമാത്മ ചൈതന്യത്തിൽ നിന്നാ. പക്ഷെ ഈ യാത്രയിൽ ഞാൻ ഒത്തിരി അഴുക്ക് കൂട്ടിച്ചേർത്തു. വലിയൊരു ഭാണ്ഡമായിട്ട് വന്നിരിക്കുക. പ്രാരബ്ധം എന്നുള്ള ഭാണ്ഡം, സഞ്ചിത കർമ്മം എന്നുള്ള ഭാണ്ഡവും പേരി വന്നിരിക്കുക. ഈ ഭാണ്ഡം ഇല്ലാതാക്കി, ഈ അഴുക്കില്ലാതാക്കിയാലേ ഞാൻ പരിശുദ്ധനായാലേ എനിക്ക് പരമാത്മ ചൈതന്യം ലയിക്കാൻ പറ്റത്തുള്ളൂ. ഈ മനസ്സ് വന്നത് എവിടുന്നാണോ അവിടെ തന്നെ എത്തിച്ചേരേണ്ടതുണ്ട്. അതിന് പ്രയത്നം ആവശ്യമാണ്. പക്ഷെ ശരീരത്തിന് എവിടെ വന്നോ അങ്ങോട്ട് ചേരാൻ ഒരു പ്രയത്നവും ആവശ്യമില്ല, ഒരു സാധനയും ആവശ്യമില്ല. നമ്മുടെ ശരീരധർമ്മം നമ്മൾ നോക്കുന്നുണ്ട്. ആ ശരീരം നിലനിൽക്കുന്ന സമയത്ത് ശരീരധർമ്മം നമ്മളെ ആരും പഠിപ്പിക്കണ്ട. ആ ശരീരം, പക്ഷേ മനസ്സിന്റെ ധർമ്മം നമ്മൾ മനസ്സിലാക്കുന്നില്ല. മനസ്സിന്റെ ധർമ്മമുണ്ട്, പാരമാർത്ഥിക ധർമ്മം. നമുക്ക് രണ്ട് ധർമ്മമുണ്ട്. ഈ ജീവാത്മാവിന് രണ്ട് ധർമ്മമുണ്ട്, വ്യാവഹാരിക ധർമ്മവും പാരമാർത്ഥിക ധർമ്മം. വ്യാവഹാരിക എന്ന് വെച്ചാൽ ശരീരം കൊണ്ടാണ് ഞാൻ വ്യവഹാരം നടത്തുന്നത്, ഈ ശരീരം കൊണ്ടാണ് ഞാൻ ഇന്ററാക്ഷൻ ചെയ്യുന്നത്. അതിന്റെ ധർമ്മമുണ്ട്, അത് ശരീരത്തിന്റെ ധർമ്മമാണ്. നമ്മൾ ഈ ശരീരത്തിന്റെ ധർമ്മത്തെ കുറിച്ച് നമുക്ക് അറിയാവൂ. നമ്മൾ മനസ്സിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ഈ മനസ്സാണോ ശരീരമാണോ, ഏതിനാ കൂടുതൽ ഇമ്പോർട്ടൻസ്? മനസ്സിനാ. കാരണം മനസ്സ് പറയുന്ന പോലെ ശരീരം നിൽക്കുന്നേ, ശരീരം പ്രവർത്തികൾ ചെയ്യുന്നത്. ഈ മനസ്സാണ് ഈ ശരീരത്തിനെ കൊണ്ടു നടക്കുന്നത്. ശരീരത്തിന്റെ ഉള്ളിലല്ല മനസ്സ്, ഈ മനസ്സിനുള്ളിലാണ് ശരീരം. ഈ മനസ്സാണ് എന്നെ നടത്തിച്ചുകൊണ്ട് ഓരോ പ്രവർത്തികളും കർമ്മം ചെയ്യിപ്പിക്കുന്നത് മനസ്സാണ്. അപ്പം ഏറ്റവും രണ്ടിലും എനിക്ക് രണ്ട് ഉപകരണങ്ങളുണ്ട്. ഒന്ന് സൂക്ഷ്മ ശരീരമായിട്ടുള്ള നമ്മൾ മനസ്സെന്ന് പറയുന്ന സൂക്ഷ്മ ശരീരവും, സ്ഥൂല ശരീരവും
അതും ഇത് എൻ്റെ രണ്ട് ഉപകരണങ്ങളാണ്. പക്ഷേ ഏത് ഉപകരണത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്? മനസ്സിനാണ് ഇമ്പോർട്ടൻസ്. ശരീരം വെറും ജഡവസ്തുവാ. മനസ്സ് ഉണ്ടെങ്കിലേ ശരീരം വർക്കാവത്തുള്ളൂ. പക്ഷെ നമ്മൾ ശരീരത്തിന്റെ ധർമ്മം മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മൾ ഈ പാരമാർത്ഥിക ധർമ്മം, നമുക്ക് രണ്ട് ധർമ്മമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ധർമ്മം എന്ന് വെച്ചാൽ എന്താ? എന്നെ നിലനിർത്തുന്ന ധരതി ഇതി ധർമ്മ. എന്നെ നിലനിർത്തുന്ന ഏതോ അതാണ് എൻ്റെ ധർമ്മം. നമ്മളെ നിലനിർത്തുന്ന ആരാ? എൻ്റെ ഭാര്യയോ ഭർത്താവോ മക്കളോ അച്ഛനോ അമ്മയോ വല്ലതും ആണോ? നമുക്ക് അങ്ങനെ തോന്നുന്നേ. അല്ലെങ്കിൽ എന്നെ നിലനിർത്തി എൻ്റെ വസ്തുക്കൾ, എൻ്റെ പൈസ എന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? പൈസ ഇല്ലെങ്കിൽ, പണം ഇല്ലെങ്കിൽ പിണമാന്ന് പറയും. അതൊക്കെ നമ്മുടെ വ്യവഹാരത്തിൽ പറയുന്നതാ. ഇത് പരമാർത്ഥ സത്യമല്ല. പണം അല്ലെങ്കിൽ പിണമെന്ന് പറയും നമ്മൾ. പണം ഇല്ലെങ്കിലും നമ്മൾ പിണമല്ല, നമ്മളൊരു ചൈതന്യമാ. നമ്മൾ വെറും പണം ഇല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല, അങ്ങനെ വിചാരിക്കരുത്. എല്ലാവരിലും ഉണ്ട് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടെത്തണം. നമുക്ക് ഒരു വഴിയില്ല, ഇനി എനിക്ക് മാർഗമില്ല, സൂയിസൈഡിലോട്ട് പോകരുത്. നമുക്ക് കിട്ടിയ ഒരു മനുഷ്യന്മ എത്ര ശ്രേഷ്ഠമാണ്. നമുക്ക് ഈ യാത്രയുണ്ട്. നമ്മൾ ഇതിനെന്ത് ഒളിച്ചോടാൻ പറ്റത്തില്ല. നമ്മുടെ കർമ്മഫലം നമ്മൾ തിരിച്ച് വന്നേ പറ്റൂ. ഒളിച്ചോടിയാലോ? തിരിച്ച് ഞാൻ ജന്മം എടുക്കണം, അതേ ഫലം ഞാൻ അനുഭവിച്ചേ പറ്റൂ. ഇതിനെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ വന്നിരുന്ന സ്വധർമ്മങ്ങൾ, കർത്തവ്യ കർമ്മങ്ങളെ എനിക്ക് ദരീസ് എനിക്ക് അതിനെ ഇല്ലാതാക്കാൻ പറ്റും. എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും? ഞാൻ അഹംബുദ്ധിയിൽ ചെയ്യാതെ പരമാത്മ ചൈതന്യ സമർപ്പണ ബുദ്ധിയിൽ. എന്നിൽ പരമാത്മ ചൈതന്യം എങ്ങനെ ഇരിക്കുന്നേ? എല്ലാവരിലും കൃഷ്ണൻ ഇരിക്കുന്നു. നമ്മൾ ആ കൃഷ്ണനെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? നമ്മൾ ഒരു വിവേകം, ബുദ്ധിയല്ല വിവേകം. നമ്മൾ ഈ കൃഷ്ണ പരമാത്മാവ് വിവേക രൂപത്തിൽ വർക്ക് ചെയ്യുന്നു, വിവേക രൂപത്തിൽ വർത്തിക്കുക. നമ്മൾ അതിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യും? നമ്മൾക്ക് എൻ്റെ ബുദ്ധി കൂട്ടാൻ പറ്റും. ഞാൻ പലതും പഠിച്ചും പല കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ബുദ്ധി കൂട്ടാം. പക്ഷെ വിവേകത്തിനെ കൂട്ടാൻ പറ്റത്തില്ല. എല്ലാവരിലും വിവേകം തുല്യ അളവില്ല. പക്ഷെ അത് മറയപ്പെട്ടിരിക്കുന്നു. എൻ്റെ വാസന കാരണം, എൻ്റെ കർമ്മഫലം അതിനെ മറയ്ക്കുന്നു. നമ്മളിതിനെ അൺകവർ ചെയ്യണം. കൂട്ടാനോ കുറയ്ക്കാനോ വിവേകത്തിനോ ഒക്കത്തില്ല. പക്ഷെ നമ്മുടെ അജ്ഞാനം, ആ വിവേകത്തിനെ, അജ്ഞാനം വെച്ചാൽ എൻ്റെ വാസന, അതിനെ മറയ്ക്കുന്നു. പരമാത്മ ചൈതന്യത്തിനെയും ഈ ജീവാത്മാവിൻ്റെ ഇടയ്ക്ക് ഒരു വാസനയുണ്ട്, വാസനാമറ. അത് അഴുക്ക, ഇമ്പ്യൂരിറ്റീസാ. ഒരു കണ്ണാടി പൊടി പിടിച്ചിരിക്കുക, നമ്മളെ കാണാൻ പറ്റുമോ? ആ പൊടി നീക്കി കളഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഞാനെന്ന് പറഞ്ഞാൽ അത് എന്നെ വ്യക്തമാണ്. ഇതുപോലെ ഞാനെന്ന ജീവാത്മാവ് പരമാത്മ ചൈതന്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ആ അഴുക്കിനെ നീക്കിക്കളയണം. അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വഴിയുണ്ട്. ഈ കർമ്മഫലമുണ്ട്, കർമ്മഫലത്തിനെ നമ്മൾ നീക്കണം. കർമ്മഫലം എൻ്റെ അഴുക്കാണ്, ഇമ്പ്യൂരിറ്റീസ്. അതിനെ കർമ്മഫലം ഉണ്ടായത് കർമ്മത്തിൽ കൂടെ ഉണ്ടായതിനെ കർമ്മം കൊണ്ടേ നീക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ എങ്ങനെ കർമ്മം ചെയ്യണം? വെറുതെ കർമ്മം ചെയ്താൽ കർമ്മഫലം കൊടുത്തേ ഉള്ളൂ. കർമ്മത്തിനെ യോഗത്തിൽ ചെയ്യണം. യോഗം എന്ന് വെച്ചാൽ എന്തുവാ? ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ, യോഗം. ആ എൻ്റെ എപ്പോഴും ഈശ്വര ബുദ്ധിയിൽ, വെച്ചാൽ വിവേക ബുദ്ധിയിൽ, ഞാൻ വികാര ബുദ്ധിയിൽ ചെയ്യാതെ, ബുദ്ധി വികാരമായിട്ട് അലൈനായി കർമ്മങ്ങൾ ചെയ്യും. അതിനെ വെറും കർമ്മമാണ്. അത് എന്നെ പ്രാരബ്ധത്തിനെ കൂട്ടും, കർമ്മഫലം കൂട്ടും. അതേസമയത്ത് ഞാൻ ആ വികാരങ്ങളെ മാനേജ് ചെയ്താൽ എനിക്ക് വിവേകം പ്രത്യക്ഷപ്പെടും, ഡയറക്ഷൻ കിട്ടും നമുക്ക്. അപ്പോൾ വിവേകത്തിനെ കൂട്ടാനൊരു വഴിയില്ല. വികാരത്തിനെ നമ്മുടെ സാധനാ മാർഗങ്ങളിൽ കൂടെ അതിനെ മിനിമൈസ് ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മൾ വിവേകം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. അപ്പം നമുക്ക് ആ കറക്റ്റ് സമയത്ത് ആ വിവേക ഡയറക്ഷൻ കിട്ടും. നമ്മൾ വികാരത്തള്ളിച്ചതിലിരുന്നാൽ അത് കിട്ടത്തില്ല, ആ ഡയറക്ഷൻ കിട്ടത്തില്ല. പരമാത്മ ചൈതന്യത്തിനുള്ള ഡയറക്ഷൻ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഇതിന് ആ ഡയറക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിലോ നമ്മൾ വിവേകത്തിലിരിക്കണം. വിവേകത്തിലിരിക്കണമെങ്കിൽ നമ്മൾ എനിക്ക് ദേഷ്യം, വിഷമം, സങ്കടം, അസൂയ, വാത്സല്യം, കാരുണ്യം, ദയ, ഇതെല്ലാം വരാം. പക്ഷേ എല്ലാത്തിനെയും കൂടുതൽ നമ്മൾ മറക്കുന്നത് എങ്ങനെയാ? ദുഃഖവും ദേഷ്യവുമാണ്. നമ്മളങ്ങ് ദുഃഖത്തിലാഴ്ന്നു പോവും, അല്ലെങ്കിൽ ദേഷ്യത്തിൽ. ഇനി ഈ ശ്ലോകത്തിൽ വരും നമ്മുടെ നാശം എങ്ങനെയാ സംഭവിക്കുന്നത്? വികാരം, നമ്മൾ ദേഷ്യം വന്നിങ്ങനെ മനസ്സിങ്ങനെ പോയി നമ്മൾ നാശത്തിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ വികാരത്തിന് അടിമപ്പെടാതെ നമ്മൾ വെളിയിലോട്ട് മാത്രം നോക്കിയാൽ പോരാ. എനിക്ക് എന്ത് സംഭവിക്കുന്നു, എൻ്റെ മനസ്സിന്റെ സ്റ്റേറ്റ് എന്താണ്,
വെളിയിൽ നമ്മളെല്ലാവരെയും അസസ് ചെയ്യാൻ നമ്മൾ വലിയ മിടുക്കരാ മറ്റുള്ളവരെ അസസ് ചെയ്യാൻ. പക്ഷെ നമ്മൾ നമ്മളെ അസസ് ചെയ്യണം. ഫസ്റ്റ് അസസ് ചെയ്യേണ്ടത് നമ്മളെയാ, എന്നിട്ട് വേണം മറ്റുള്ളവരെ അസസ് ചെയ്യാൻ. എൻ്റെ മനസ്സിന് ഇപ്പം എന്താ സംഭവിക്കുന്നത്, ഞാൻ ഏത് സ്റ്റേറ്റിലിരിക്കുവാണ്, ഇതൊക്കെ നമ്മൾ അറിയണം. അപ്പം നമ്മളെ ഈ ഐഡന്റിഫിക്കേഷൻ തന്നെ നമ്മളെ വികാരത്തിൽ നിന്ന് മാറ്റും. നമ്മുടെ വികാരം സബ്സൈഡായി പോകും. അപ്പം നമുക്ക് ഡയറക്ഷൻ ശരിക്കും എന്താണ് ചെയ്യാൻ ആപ്റ്റായിട്ടുള്ള ഡിസിഷൻ നമുക്ക് കിട്ടും. അത് വിവേകമാണ്. അപ്പം ബുദ്ധി ആ വിവേകമായിട്ട് അലൈനായി കർമ്മങ്ങൾ ചെയ്യും. അതിനെ കർമ്മയോഗം എന്ന് പറയുന്നു. എനിക്ക് ഏത് കർമ്മമായിക്കോട്ടെ, നിസ്സാര കർമ്മമായിക്കോട്ടെ, ഏറ്റവും വലിയ കർമ്മമായിക്കോട്ടെ, രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്ന് ധർമ്മത്തിന്റെ പാതയിലും ചെയ്യാം, അധർമ്മത്തിന്റെ രീതിയിലും ചെയ്യാം. ധർമ്മത്തിന്റെ പാതയിൽ ചെയ്താലുള്ള ഗുണം എൻ്റെ ഉള്ള കർമ്മഫലം കുറയുകയും ചെയ്യും, പുതിയതായിട്ട് കർമ്മഫലം ആർജിക്കത്തുമില്ല. അതേസമയത്ത് ഞാൻ എൻ്റെ സ്വധർമ്മം എല്ലാം കർമ്മത്തിൽ ചെയ്താലോ, അഹംബുദ്ധിയിൽ ചെയ്താലോ, കർമ്മഫലം കൂടുകയും ചെയ്യും. ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കും. ഞാൻ കർമ്മഫലം കൂട്ടും, ഈ അഴുക്കിനെ കൂട്ടിക്കൊണ്ടിരിക്കുക. എൻ്റെ യാത്ര ദുരിതത്തിലോട്ടാണ്, ഈശ്വരൻ നിന്ന് അകന്നു പോവാണ്. എനിക്ക് സ്വസ്ഥതയില്ല. കർമ്മഫലം കൂടിക്കൊണ്ടിരിക്കുന്നു. കുറയുന്നതിന് പകരം കർമ്മഫലത്തിനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ ആൾറെഡി പ്രാരബ്ധമുണ്ട്, അതിൻ്റെ കൂടെ ഞാനിങ്ങനെ കർമ്മഫലം കൂട്ടിക്കൊണ്ടിരിക്കുകയെ. നമ്മളെല്ലാം റോങ് ഡയറക്ഷനിലാണ് പോകുന്നത്. എന്തുകൊണ്ട് ഈ സത്യത്തിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിനെ നിരന്തരം മനനം ചെയ്യണം. നമ്മൾ നിരന്തരം മനനം ചെയ്യുന്ന ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. വേറെ ഒരു കുറുക്ക് വഴി ഇല്ല, ഒരു ഷോർട്ട് കട്ട് ഇല്ല. നമ്മൾ ഈ അറിഞ്ഞ സത്യങ്ങളെ നിരന്തരം മനനം ചെയ്ത് മനസ്സിൽ ഉറയ്ക്കണം. ഒരു തീയിൽ കൈതൊട്ട, നമ്മൾ കൊച്ചിലെ ഏതോ തീയിൽ തൊട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും. തീയിൽ തൊട്ട അല്ല, പറഞ്ഞുള്ള അറിവ് മാത്രമല്ല, നമുക്ക് ആ ചൂട് തീ കൂടെ ചൂടുള്ള വസ്തു തൊട്ട് നമ്മൾ അനുഭവം ഉണ്ട്. ഒരു തീയിൽ തൊട്ട് നമുക്കൊരു അനുഭവം ഉണ്ടായോണ്ട് വേറെ ഈ തീയിൽ തൊട്ട് നോക്കാം, മറ്റേ തീയിൽ തൊട്ട് നോക്കാം, ഏതെങ്കിലും തീയിൽ പോയി തൊട്ട് നോക്കുമോ? നമ്മൾ അത് ഉറച്ചു കഴിഞ്ഞു. തീയിൽ തൊട്ടാൽ പൊള്ളും എന്നുള്ളത് നമ്മളിൽ ഉറപ്പായി. അതുകൊണ്ട് നമ്മൾ എവിടൊക്കെ തീ കണ്ടാലും നമ്മൾ ആ തീക്ക് ചൂടുണ്ടോ എന്ന് തൊട്ട് നോക്കത്തില്ല, കൈ വെച്ച് നോക്കത്തില്ല. ആ ഫ്ലെയിമിലോട്ട് നമ്മൾ കൈ കാണിക്കുവോ? ഇല്ല. എന്ന് പറയുന്ന പോലെ ഈ സത്യത്തിൽ അടിസ്ഥാനമായിട്ട് വേണം ഞാൻ കർമ്മങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഞാൻ ലിബറേറ്റ് ആവും. എവിടുന്ന്? എൻ്റെ ദുരിതത്തിൽ നിന്നും ഞാൻ ഫ്രീഡം വരും. മുക്തി എന്ന് വെച്ചാൽ ഫ്രീഡമാ. ഈ നമ്മുടെ ബന്ധനത്തിൽ നമ്മളെല്ലാം നമ്മളെ തന്നെ വരിഞ്ഞു കെട്ടിക്കൊണ്ടിരിക്കും. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ബന്ധനസ്ഥനാകുക, അറ്റാച്ച്മെന്റ്. അഹംബുദ്ധിയിൽ ചെയ്യുന്നതെല്ലാം ഞാൻ എന്നെ തന്നെ വരിഞ്ഞു കെട്ടുന്നതിന് തുല്യമാണ്. ഞാൻ വിവേകബുദ്ധിയിൽ, സമർപ്പണ ബുദ്ധിയിൽ ചെയ്യുമ്പോൾ എൻ്റെ കെട്ടുകളെല്ലാം അഴിയുക, ഫ്രീഡം കിട്ടും. അതാ നമ്മൾ വരയ്ക്കുന്ന നമ്മൾ എൻ്റെ വാസനയിൽ ചെയ്യുമ്പോഴേ എനിക്ക് ഇഷ്ടം ഇതാണ്, ഇഷ്ടം ഇതല്ല. എൻ്റെ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ തെറ്റായി ധരിക്കുക. എനിക്ക് എൻ്റെ ഇഷ്ടം അനുസരിച്ച് നടക്കുന്നതാണ് എൻ്റെ ഫ്രീഡം എന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ ഇഷ്ടത്തിൻ്റെ അടിമയാണ്. ഞാൻ എൻ്റെ വാസനയുടെ അടിമയായിട്ട് ജീവിക്കുക. നമ്മൾ അതിൻ്റെ മാസ്റ്ററായിട്ട് ജീവിക്കണം. വാസനയുടെ അടിമയല്ല നമ്മൾ വാസനയുടെ മാസ്റ്റർ ആവണം. അതിൻ്റെ അടിമയായിട്ട് അത് വാസനയ്ക്ക് അനുസരിച്ച് എനിക്ക് ഒക്കത്തുള്ളൂ, മാറാൻ ഒക്കത്തില്ല. അയ്യോ, എനിക്ക് ഒക്കത്തില്ല. ഇതെന്തൊരു കഷ്ടമല്ലേ? നമ്മൾ ഒരാളെ അടിമയായിട്ടിരിക്കുന്നത് നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ നമ്മളെന്തുവാ, നമ്മുടെ വാസനയുടെ അടിമയാ. നമ്മളുള്ള ഈ വാസന വെച്ചാൽ ഈ അഴുക്കുണ്ട്, ആ അഴുക്കിലിരിക്കുന്നത് എനിക്ക് സുഖം. ഇങ്ങനെ വിചാരിച്ചാൽ പിന്നെ എങ്ങനെ രക്ഷപ്പെടും? അതുകൊണ്ട് നമ്മൾ പറഞ്ഞ നിരന്തരം ചിന്തിക്കണം. ഇനി 5 മിനിറ്റേ ഉള്ളൂ. എന്തെങ്കിലും നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. എന്തെങ്കിലും ഒരു എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ചന്ദ്രനിലെ കുറെ ക്ലാസ്സിൽ ഇല്ലായിരുന്നല്ലോ. ഇടയ്ക്ക് കയറാൻ പറ്റിയില്ല. 1-2 റെക്കോർഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കേട്ട് കാണും. ഒരുമാതിരി ഒരു ഐഡിയ കിട്ടിയോ? ബേസിക്സിന്റെ ഒരുമാതിരി ഒരു ഐഡിയ കിട്ടിയോ? കുഴപ്പമില്ല, കുറച്ച് ടഫ് പോലെ തോന്നുന്നു. എവിടെ ടഫ്? എന്തോ ടഫ്? അല്ല, ഈ കാരണ ശരീരം, സൂക്ഷ്മ ശരീരം എല്ലാം കൂടെ ആയപ്പോ ഒരു കൺഫ്യൂസ്ഡ് ആയി.
അല്ല, കാണപ്പെടുന്ന ശരീരം സ്ഥൂല ശരീരം, നമ്മുടെ മനസ്സിനെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. നമുക്ക് 4 തരം ചിന്തകളുണ്ട്: മനസ്സ്, വികാരം, നമ്മൾ വിചാരിക്കും, നമ്മൾ ഓർമ്മയുണ്ട്, നമുക്ക് പിന്നെ ഞാൻ എന്നുള്ള ഒരു ഭാവമുണ്ട്. ഈ 4 തരം ചിന്തകൾ, അതിനെ അന്ധകരണം എന്ന് പറയുന്നു, അതിനെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നു. അന്ധകരണം എന്നും പറയാം, സൂക്ഷ്മ ശരീരം എന്നും പറയാം. സ്ഥൂല ശരീരം പഞ്ചഭൂതം കൊണ്ട് നിർമ്മിച്ചേക്കുന്നു. ഇത് ഈ സൂക്ഷ്മ ശരീരം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഈ സൂക്ഷ്മ ശരീരം എവിടെ നിന്ന് വരുന്നു? കാരണ ശരീരത്തിൽ നിന്ന് വരുന്നു. കാരണം വെച്ചാൽ എൻ്റെ വാസനകൾ, എൻ്റെ ഇഷ്ടം, അനിഷ്ടം, വാസന, കർമ്മഫലം, അതിനെ അജ്ഞാനം എന്ന് പറയാം. ഇങ്ങനെ ഓരോ പേരുകളുണ്ട്: അജ്ഞാനം, മായ, അവിദ്യ, കർമ്മഫലം, വാസന എന്നൊക്കെ പറയാം. ഇതിനാ എൻ്റെ ചിന്തകൾ വരുന്നത്, ഇഷ്ടാനിഷ്ടങ്ങൾ. നമ്മുടെ വാസന എന്തുവാ? എനിക്ക് ചിലതിനോട് ഇഷ്ടം, ചിലതിനോട് ഇഷ്ടമല്ല. ചിന്തകൾ വരുന്ന കാരണ ശരീരത്തിൽ നിന്നാ. ചിന്തകൾ വരുന്ന കാരണ ശരീരം നിന്നാ. ഈ കാരണ ശരീരമാണ് എൻ്റെ സഞ്ചിത കർമ്മം പ്രാരബ്ധമായിരിക്കുന്നത്. ഈ സഞ്ചിത കർമ്മം കൊണ്ടാണ് എൻ്റെ ജന്മത്തിന് കാരണമായത്. അതുകൊണ്ട് അതിനെ കാരണം എന്ന് പറയുന്നു. എൻ്റെ വാസന കാരണമാണ് ഞാൻ ജന്മനം എടുത്തത്. എനിക്ക് ഒരു വാസന ഇല്ലെങ്കിൽ ഞാൻ ജന്മം എടുക്കത്തില്ല. അപ്പം നമ്മൾ ഈശ്വരനോട്ട് ലയിക്കണം എന്നുണ്ടെങ്കിലോ എനിക്ക് വാസന ഉണ്ടാവരുത്. അപ്പം സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ഇതാ ജീവാത്മാവിൻ്റെ ഒരു ഘടന ഇതാ. പക്ഷേ ഇത് ജീവാത്മാവാകുന്നില്ല. ജീവാത്മാവാകുന്ന എപ്പോഴാ? പരമാത്മ ചൈതന്യത്തിൻ്റെ പ്രകാശം നമ്മൾ തട്ടുമ്പോഴാ. ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. നമ്മൾ പക്ഷേ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. ഈ കേട്ടതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണം. ചിന്തിച്ച് ഉറക്കും. ഇത് വലിയ ടഫേ അല്ല. ഒരു പ്രാവശ്യം ഒന്ന് ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കാണാൻ പിടിക്കേണ്ട കാര്യമേ ഇല്ല. ടഫായിട്ട് തോന്നുന്നുണ്ടോ? ഈ എല്ലാ ശരീരങ്ങളെല്ലാം കൂടെ കേൾക്കുമ്പോ ഒരു ടഫ് പോലെ തോന്നുന്നത്. അപ്പൊ നമ്മൾ ഈ ശരീരം കുറേശ്ശെ ചിന്തിക്കുന്ന കുറേശ്ശെ ചിന്തിച്ച് നോക്ക്. എല്ലാണ്ട് ഒരുമിച്ച് ചിന്തിക്കണ്ട. സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, സ്ഥൂല ശരീരം, പരമാത്മ, ജീവാത്മാവ്, ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരി കടന്ന് ഓരോന്നിനെ കുറിച്ച് പതുക്കെ ചിന്തിക്കണം. ചിന്തിക്കാതെ നമുക്ക് ക്ലാരിറ്റി വരുത്തില്ല. എത്ര പറഞ്ഞു തന്നാലും, എത്ര ബുക്ക് വായിച്ചാലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അവനവൻ തന്നെ ചിന്തിച്ച് കണ്ടെത്തണം ഇത്. കാരണം കിട്ടിക്കഴിഞ്ഞു, ഗൈഡൻസ് കിട്ടി, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഉറക്കത്തില്ല. അല്ലെങ്കിൽ എല്ലാം ഒരു വേഗമായിട്ട് തോന്നും, അതേ ഉള്ളൂ. അല്ലാതെ കട്ടിയായത് കൊണ്ടല്ല. അല്ലാതെ കുഞ്ഞുമിക്ക് വല്ല സംശയമുണ്ടോ? നാളെ പറയാം. നോക്കിയിട്ട് നാളെ പറയാം. ചിന്തിക്കുന്നില്ല, അതാ. പ്രാരബ്ധത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇല്ലയോ? ശരിയല്ലേ? ഒന്നുകൂടൊന്ന് നോക്കണം എനിക്ക്. ശരി, നമുക്ക് നാളെ 46-ാമത്തെ ശ്ലോകത്തിലോട്ട് പോവാം. ഇങ്ങനെ ഡെയിലി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് പറയാം. നിങ്ങളിവിടെ എത്ര ഞാൻ പറഞ്ഞാലും നിങ്ങൾ ചിന്തിക്കാത്തിടത്തോളം കാലം ഇത് ഉറക്കത്തില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ, ഞാൻ പറഞ്ഞുതരാം. അപ്പം പക്ഷെ എനിക്ക് അതിനൊരു ക്യൂരിയോസിറ്റി വേണം. അല്ലാതെ ഏതെങ്കിലും സമയത്ത് നോക്കാം, ഗീത പഠിച്ചു കളയാം, അങ്ങനെയൊക്കെ അറിയണം എന്നുള്ളൊരു ത്വര വേണം. ശരി, നമുക്ക് നാളെ മീറ്റ് ചെയ്യാം.